വെൽക്കം ബാക്ക് ഗൈസ്, മൈ ഡിയർ നീറ്റ് ആസ്പിറൻസ്. ഇന്ന് നമ്മളൊരു ഡിസംബർ പ്ലാനാണ് പറഞ്ഞുതരാൻ പോകുന്നത്. രാവിലെ ഒരു 4:30 ഞാൻ ചിയാസീഡ് കുതിർത്തിയിട്ടിട്ട് അതൊരു 6:45 ശേഷം വരെ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു, നന്നായിട്ടൊന്ന് സോക്കാവാൻ വേണ്ടിയിട്ട്. അത് ജസ്റ്റ് വെറും വയറ്റിൽ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചേക്കുന്നതാണ്. അത് നല്ലതാണ് ബോഡിക്ക്. സോ ഞാൻ രാവിലെ ചെയ്യുന്ന ഒരു കാര്യമാണത്. പിന്നെ ടേബിളൊക്കെ ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയാക്കി വെക്കൽ, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡിസംബർ മാസം എങ്ങനെ നമുക്ക് പക്കാ നീറ്റിൽ അടിപൊളിയാക്കി കൊണ്ടുപോകാം, എഫിഷ്യൻ്റായിട്ട് ഈ ഒരു മന്ത് നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നതും നമ്മൾ JB5 കുറിച്ച് സംസാരിക്കുന്നതുമാണ്. ഞാൻ നമ്മുടെ ഡെയിലി നമ്മൾ ചെയ്യുന്ന ഓരോ പഠനത്തിൻ്റെ കാര്യങ്ങളും ജസ്റ്റ് ഒരു ബുക്കിൽ എഴുതി വെക്കാറുണ്ട്. ടു ഡു ലിസ്റ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതെല്ലാം ഞാൻ എഴുതി വെക്കാറുണ്ട്. പിന്നെ ഞാൻ ആദ്യം തന്നെ ഇന്നത്തെ റിവിഷൻ അങ്ങ് തീർത്തു. ഇന്ന് റിവൈസ് ചെയ്യാനുള്ള ചാപ്റ്റേഴ്സും സംഭവങ്ങളൊക്കെ ഒന്ന് തീർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ജസ്റ്റ് ഷോർട്ട് നോട്ടാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഫിസിക്സിൻ്റെ ഷോർട്ട് നോട്ടാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ഒരു ബുക്കിനെ കുറിച്ച്. ആ ബുക്കിൽ എൻ്റെ ഡെയിലി ഉള്ള ഓരോ എക്സാമിൻ്റെ സ്കോർ ആവട്ടെ എല്ലതും ഞാൻ ട്രാക്ക് ചെയ്ത് വെക്കാറുണ്ട്. സോ എനിക്ക് എന്നെ തന്നെയാണ് ആ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. അതൊരു ഡിജിറ്റൽ രൂപത്തിൽ കാണുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് പുസ്തക രൂപത്തിലാണ്. ഇതെൻ്റെ ആദ്യത്തെ സ്റ്റഡി ടേബിളിൻ്റെ രൂപമായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഉള്ള ഇതുപോലത്തെ ഒരു ആംബിയൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ പഠിക്കാതിരിക്കുന്ന സ്ഥലവും ഇതുപോലെ തന്നെ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ നിറഞ്ഞിട്ടുള്ള കോട്ട്സൊക്കെ ഒട്ടിച്ച് വെക്കുന്നത് നല്ലതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പുസ്തകം. ഇതിലെൻ്റെ എല്ലാ ടു ഡു ലിസ്റ്റ് പോലെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. എന്തും ആയിക്കോട്ടെ, ഞാൻ പഠനത്തോടനുബന്ധിച്ചിട്ടുള്ള, അതുപോലെ തന്നെ സ്ട്രെസ്സ് വന്നാലും എന്നോട് സംസാരിക്കുന്ന തരത്തിലാണ് ഞാൻ ഈ ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ തന്നെയാണ് വിശ്വസിക്കേണ്ടത്. പല സമയത്തും നമ്മളിലുള്ളൊരു വിശ്വാസത്തെ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്നൊരു ടൈമാണ് നീറ്റിൻ്റെ ഈ ഒരു ടൈം എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വൈ നോട്ട് യു? യു ഗോട്ട് ദ ബ്രെയിൻ, you can make decision, you can study the plan, you can change your life, you can grow immensely in the next few years, you can make your dreams come true, you can build a financial wall around your family. Nothing can get through. You can become healthy, you can become powerful. Why not you? നമ്മളെ വിശ്വസിക്കുക, അതുമാത്രമാണ് ഏറ്റവും വലിയ കാര്യം. JB5 പ്രഡിക്ഷൻ ലിസ്റ്റ് നോക്കാം നമുക്ക്. ഈ JB5 നമ്മൾ JB4 പുറമേ ഉള്ള ചാപ്റ്റേഴ്സാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. കെമിസ്ട്രിയിലാണെങ്കിൽ ഇക്വിലിബ്രിയവും, അതുപോലെ തന്നെ GOCയിൽ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ പ്യൂരിഫിക്കേഷൻസ് ആ ഭാഗമാണ് വരുന്നുണ്ടാവുക, പ്യൂരിഫിക്കേഷൻസ് നോമൻക്ലേച്ചർ. ഫിസിക്സിലാണെങ്കിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ബോട്ടണിയിൽ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സും പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റും. സുവോളജിയിലാണെങ്കിൽ ന്യൂറൽ കൺട്രോളും, അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് അല്ല, ലോക്കോമോഷനും ആയിരിക്കും വരിക. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബട്ട് ഞാൻ സ്പീഡിൽ എഴുതിയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. അതാണ് ഞാൻ ഒന്നുകൂടെ വായിച്ച് കേൾപ്പിച്ചത്. ഞാൻ ഫിസിക്സിലും കെമിസ്ട്രിയിലും ആകെ 8 എഴുതിയിട്ടുള്ളൂ, പക്ഷേ ഞാൻ 9 പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യുക. ഇനി നമുക്ക് ഡിസംബർ പ്ലാൻസ് ആണ് നോക്കേണ്ടത്. എൻ്റെ ഡിസംബർ പ്ലാൻസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പക്ക നീറ്റിന് ഡീപ്പായിട്ട് ഇനി പഠിക്കാനുള്ളത് ആകെ ഒരു മന്തേ ഉള്ളൂ. ആ മന്ത് കഴിഞ്ഞാൽ തന്നെ, ഈ ഒരു ഡിസംബർ മാസം വരുന്നത് കഴിഞ്ഞാൽ തന്നെ ഇനി നമുക്ക് റിവിഷനിലോട്ടാണ് എല്ലാവരും പോവുക. റിവിഷൻ ഒരു ജനുവരി 15 ശേഷമോ അല്ലെങ്കിൽ ഒരു ജാനുവരി ഹാഫിന് ശേഷം എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് പക്ക ഡീപ്പിൽ പഠിക്കാനുണ്ടെങ്കിൽ അത് ഈ ഡിസംബറിൽ മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ കെമിസ്ട്രിയിലും ഫിസിക്സിലും എനിക്ക് പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ് ഞാൻ ഓർഡറാക്കി വെച്ചിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും ഇറ്റ്സ് നോട്ട് ഈസി, ബട്ട് ട്രസ്റ്റ് മീ, ഇറ്റ്സ് വർത്ത് ഇറ്റ്. അത്രേ എനിക്കും പറയാനുള്ളൂ. നിങ്ങൾക്ക് വേറെ ചാപ്റ്റേഴ്സ് ആയിരിക്കും പഠിക്കാനുണ്ടാവുക, ഒന്നുകൂടെ ഡീപ്പായിട്ട് കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ടൈം ടേബിൾ അതിനനുസരിച്ച് ഇതേപോലെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് മാറ്റാനുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ മാറ്റിയിട്ട് അവിടെ വേറെ നിങ്ങൾക്ക് വേണ്ട ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യാവുന്നതാണ്.
ഞാൻ നമ്മുടെ ഈ ഒരു ഡിസംബർ പ്ലാന് ഒന്നുകൂടെ എഴുതി വെക്കേണ്ട, ടാർഗറ്റ് ഡിസംബർ എന്ന് വായിക്കുന്ന സ്ഥലത്ത് അതാകുമ്പോൾ ഇടയ്ക്കൊന്ന് ഓർക്കുമ്പോൾ കാണുമ്പോൾ അത് ഓർത്തോളും നമുക്ക് ഇങ്ങനെ നമ്മുടെ ഈ പ്ലാൻ. ഇത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയത്തി കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാട്ടോ, എക്ലേഴ്സിൻ്റെത്. ഇനി നമ്മുടെ റിവിഷൻ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഒരു മന്തും കൂടെ കഴിഞ്ഞാൽ ഈ 2 ബുക്കായിരിക്കും നമ്മുടെ മെയിൻ ആൾക്കാർ. അതേപോലെ തന്നെ ബയോളജിയുടേതുണ്ട്, അത് അപ്പുറത്തെ ഷെൽഫിലാണ്, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നീറ്റ് കെമിസ്ട്രി, നീറ്റ് ഫിസിക്സ്, ഈ പ്രീവിയസ് ഇയർ സോൾവഡ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ചെയ്യുക, കഴിയുന്നത്ര റിവൈസ് ചെയ്യാൻ ശ്രമിക്കണം. അതാണ് ഇനി നമ്മൾ അടുത്ത പ്ലാൻ. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നവംബർ 30 പുലർച്ചെ ഒരു 12:55 ആയിട്ടുണ്ട്. ഞാൻ നവംബർ 29 ആണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഓരോ ക്ലിപ്പിങ് കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പ്ലാനിങ്ങും അതുപോലെ തന്നെ ഡേ ഷെഡ്യൂളും അതുപോലെ റിവിഷനും പഠിക്കലൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ നടത്തിയിരുന്നു. നമ്മളെ വീഡിയോ 29-ാം തീയതി പുലർച്ചെ 4:30 തുടങ്ങിയത്. ഇപ്പം ഞാൻ വീഡിയോ ഇത് എടുത്തു കഴിഞ്ഞപ്പോഴേക്കിനും നവംബർ 30-ാം തീയതി പുലർച്ചെ 12:55 ആയിട്ടുണ്ട്, 1 മണി ആവാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ ഉള്ളൂ. ഇനി ഞാൻ എൻ്റെ ഡെസ്കും സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒതുക്കി പെറുക്കി വെച്ചിട്ട് പോയി കിടക്കാൻ പോവാണ്. ഇന്ന് രാവിലെ എണീച്ചിട്ട് ഇനി ബാക്കിയുള്ള കുറച്ച് പോർഷൻസും കൂടെ തീർക്കാനുണ്ട്. ഡിസംബറിൽ എന്തായാലും നിങ്ങൾ ഇതേപോലെ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. എന്തായാലും ഒരു ഫലം കാണും. എന്തായാലും ഒരു എഫക്റ്റീവ് മെത്തേഡാണ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് പഠിക്കുക എന്നുള്ളത്. നിങ്ങൾ എന്തായാലും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.